ഓം നമോ നാരായണായ. അഷ്ടാംഗ യോഗങ്ങളിലൂടെയുള്ള ഈശ്വര സാക്ഷാത്കാരവും അതേപോലെ വിവിധ മുക്തിമാർഗങ്ങളെപ്പറ്റിയും പ്രതിപാദിച്ചിട്ടുള്ള നാരായണീയത്തിലെ 4-ാമത്തെ ദശകത്തിൻ്റെ അർത്ഥസഹിത വിവരണമാണ് ഇവിടെ കൊടുക്കുന്നത്. കല്യതാം മമ കുരുഷ്വ താവതീം കല്യത്തെ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. യയാ ഭവതുപാസനം കല്യത്തെ. എത്രത്തോളം ആരോഗ്യമുണ്ടായാലാണോ അങ്ങയുടെ ഉപാസനം അല്ലെങ്കിൽ അങ്ങയെ സേവിക്കുക എന്നുള്ള കാര്യം, അങ്ങയെ ആരാധിക്കുവാനും ഒക്കെ സാധിക്കുന്നത്. താവതീം കല്യതാം മമ കുരുഷ്വ. അത്രയും തന്നെ ആരോഗ്യത്തെ എനിക്ക് ഉണ്ടാക്കിത്തരേണമേ. ഇവിടെ ആരോഗ്യം എന്നുള്ള പദം കൊണ്ട് ശാരീരികം മാനസികവും ആയിട്ടുള്ള 2 തരത്തിലുള്ള ആരോഗ്യത്തെയുമാണ്, പവിത്രതയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്പഷ്ടം പുഷ്ടയാ. ആ ആരോഗ്യത്തെ ഞാൻ തീർച്ചയായും പൂർണ്ണമായിട്ടുള്ള പരിപൂർണമായ അഷ്ടവിധ യോഗചര്യയാ 8 തരത്തിലുള്ള ആ യോഗചര്യയാൽ, അഷ്ടാംഗയോഗയാൽ അഹം ആശു തവ തുഷ്ടിം ആപ്നുയാം. ഞാൻ വേഗത്തിൽ തന്നെ അവയുടെ പാലനത്തിലൂടെ അങ്ങയുടെ പ്രസാദത്തെ, അങ്ങയുടെ സന്തോഷം എന്നിലുള്ള ആ പ്രസാദത്തെ നേടിയെടുത്തുകൊള്ളാം. അതായത് അങ്ങയുടെ ഉപാസനയ്ക്ക്, അങ്ങയുടെ സേവയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പവിത്രതയെയും ആരോഗ്യത്തെയും ആചാര്യന്മാരാൽ പറഞ്ഞു വച്ചിട്ടുള്ള അഷ്ടാംഗയോഗം എന്ന മാർഗത്തിലൂടെ നേടിയെടുത്തുകൊള്ളാം. എന്നിട്ട് അങ്ങയുടെ എന്നിലുള്ള ആ പ്രസാദത്തെ, സന്തോഷത്തെയും ഞാൻ നേടിയെടുത്തുകൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മചര്യ ദൃഢധാധിഭി യമൈഹി ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. ഈ ഒരു ശ്ലോകത്തിലൂടെ പതഞ്ജലി അദ്ദേഹത്തിൻ്റെ യോഗസൂത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ള 8 അംഗങ്ങളടങ്ങുന്ന യോഗചര്യയിലെ ആദ്യത്തെ 3 എണ്ണത്തെയാണ് വിവരിച്ചിട്ടുള്ളത്. അഷ്ടാംഗയോഗങ്ങൾ 8 എണ്ണമാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇവയിലെ 3 എണ്ണം യമവും നിയമവും ആസനവുമാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതിലെ യമവും നിയമവും ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള പെരുമാറ്റങ്ങളുടെ നിയന്ത്രണത്തെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ബ്രഹ്മചര്യ ദൃഢധാധിഭിഹി യമൈഹി, യമാദികളിൽ നിന്ന് ലഭിക്കുന്ന ബ്രഹ്മചര്യത്തിൻ്റെ ദൃഢത മുതലായവയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് യമം എന്ന് പറയപ്പെടുന്ന ബാഹ്യമായ പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ട അഥവാ ചെയ്യരുതാത്ത കാര്യങ്ങളെയാണ് പറയപ്പെട്ടിട്ടുള്ളത്. യമങ്ങളെ 5 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അവ അഹിംസ, സത്യം, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം എന്നിവയാണ്. ഇവയിലൊന്നായിട്ടുള്ള ബ്രഹ്മചര്യത്തിൽ നിന്ന് ലഭിക്കുന്ന ദൃഢത എന്ന ഒരു ഗുണത്തെയും മുതലായവ എന്നതുകൊണ്ട് ബാക്കിയുള്ളവയിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളെയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ അഹിംസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടേതായിട്ടുള്ള ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റൊന്നിനെയും ഹിംസിക്കാതിരിക്കുക അഥവാ വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ് അർത്ഥം. ഇതിലൂടെ നമുക്ക് ഉണ്ടാകേണ്ട അനുകമ്പ, എല്ലാ വസ്തുക്കളോടും അവയും ഈശ്വരൻ്റെ അംശങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സ്നേഹം എന്നിവയാണ് ഉണ്ടാകേണ്ടത്. അടുത്ത അംശമായിട്ടുള്ള സത്യം എന്നുള്ളതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ചിന്തകളിൽ നിന്നാണ് അവരുടെ വാക്കുകളും അതേപോലെ പ്രവൃത്തികളും ഉരുത്തിരിഞ്ഞു വരുന്നത്. അത്തരത്തിലുള്ള ഈ 3 എണ്ണത്തിലും ഉള്ള സത്യസന്ധതയെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അസ്തേയം എന്നുള്ളത് കൊണ്ട് മറ്റാരുടെയെങ്കിലുമോ മറ്റെന്തിൻ്റെങ്കിലുമോ ആയിട്ടുള്ള ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വാക്കുകളുടെയും പരിഗ്രഹം നടത്താതിരിക്കുക എന്നുള്ളതാണ്
ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇതിലൂടെ ഒരു വ്യക്തിക്ക് പരിപൂർണതയും സ്വയം പര്യാപ്തതയുമായിട്ടുള്ള 2 ഗുണങ്ങളെയാണ് ലഭിക്കുന്നത്. ബ്രഹ്മചര്യം എന്നതിലൂടെ പവിത്രതയിലേക്കും അതേപോലെ ഈശ്വരീയതയിലേക്കും നയിക്കുന്ന എല്ലാ പ്രവൃത്തികളെയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലൂടെ എല്ലാ തരത്തിലുമുള്ള, അതായത് മാനസികവും വാചികവും ികവുമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ നിന്നും മുക്തി നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിലൂടെ ദൃഢത എന്ന് പറയപ്പെടുന്ന ആ ഗുണത്തെ തന്നെയാണ് ലഭിക്കുന്നത്. യമത്തിലെ അവസാനത്തേതായിട്ടുള്ള അംശമാണ് അപരിഗ്രഹം എന്നുള്ളത്. അതായത് ലൗകിക ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കൂടാതെ മറ്റ് കാര്യങ്ങളെ അധികമായി പരിഗ്രഹിക്കാതിരിക്കുക അഥവാ നേടിയെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപരിഗ്രഹം എന്നുള്ള ഈ അംശം സാധ്യമാകണമെങ്കിൽ മുന്നേ പറഞ്ഞ 4 അതായത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം എന്നിവയുടെ പരിപൂർണമായിട്ടുള്ള പാലനത്തിലൂടെ മാത്രമേ അപരിഗ്രഹം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുവാനായും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഈ 5 യമങ്ങളുടെ പരിപാലനത്തിലൂടെയും അല്ലെങ്കിൽ അവ ആചരിക്കുന്നതിലൂടെയും അതേപോലെ ആപ്ലവാദി നിയമൈശ്ച പാവിതാ, ആപ്ലവം അതായത് സ്നാനം അല്ലെങ്കിൽ വൃത്തിയാവുക തുടങ്ങിയ നിയമങ്ങളിലൂടെയും പവിത്രമായിട്ട് അഥവാ പരിശുദ്ധരായിട്ട് ഞങ്ങൾ അങ്ങയെ സേവിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയും അഷ്ടാംഗയോഗത്തിലെ നിയമങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിയമം എന്നുള്ളതുകൊണ്ടും ായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ നിയന്ത്രണമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതും. ഇവയും 5 തിരിച്ചിട്ടുണ്ട്. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്നിവയാണ് അവ. ഇതിലെ ഒന്നാമത്തേതാണ് ആപ്ലവം തുടങ്ങിയ, സ്നാനം തുടങ്ങിയ, വൃത്തിയാവുക അല്ലെങ്കിൽ പരിശുദ്ധരാവുക എന്നർത്ഥത്തിലുള്ള ആദ്യത്തെ അംശം. ശൗചം എന്നുള്ളത് കൊണ്ട് ബാഹ്യമായിട്ടുള്ളതും അതേപോലെ ആന്തരികമായിട്ടുള്ളതുമായ പരിശുദ്ധിയെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ശരീരത്തെ ജലം കൊണ്ട് ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അതേപോലെ മനസ്സിനെ സത്യം എന്നുള്ള ഗുണം കൊണ്ട് ശുദ്ധീകരിക്കുവാൻ സാധിക്കും. ബുദ്ധിയെയും ആത്മാവിനെയും അറിവ് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഘടകത്താൽ മാത്രമേ ശുദ്ധമാക്കുവാൻ സാധിക്കൂ എന്നും പറയപ്പെടുന്നു. രണ്ടാമത്തെ നിയമമാണ് സന്തോഷം എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്ത് ജീവിക്കുവാനായി നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാത്തിനോടും എല്ലാ അവസരങ്ങളോടും എല്ലാ വസ്തുക്കളോടുമുള്ള നന്ദിയും അതേപോലെ പരിപൂർണമായിട്ടുള്ള സന്തോഷവുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ നമുക്ക് ലഭിച്ചില്ല എന്നതുകൊണ്ടുള്ള ദുഃഖത്തെയും ഒഴിവാക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ലഭ്യമായവയിൽ സന്തോഷിക്കുക എന്ന അർത്ഥം. മൂന്നാമത്തേതാണ് തപസ്. തപസ് എന്നുള്ളതുകൊണ്ട് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുമുള്ള എല്ലാ തരത്തിലുമുള്ള താപങ്ങളിൽ നിന്നും, അതായത് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളിലും മനസ്സിൻ്റെ സംയമനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്വാധ്യായം എന്നാൽ സ്വയം അധ്യയനം ചെയ്യുക എന്നതാണ് അർത്ഥം. അതായത് വേദ പുരാണേതിഹാസങ്ങളുടെ സ്വയം ഉള്ള പഠനവും അതിലൂടെ സ്വയം ശുദ്ധീകരിക്കുക എന്നുള്ളതുമാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അവസാനത്തേതായ ഈശ്വരപ്രണിധാനം, അതായത് ഈശ്വരനിലേക്ക് തൻ്റെ എല്ലാ പ്രയത്നങ്ങളുടെയും അതായത് ഫലത്തെ നിധാനം ചെയ്യുക, സമർപ്പിക്കുക എന്നതാണ് അർത്ഥം. മനുഷ്യൻ്റേതായിട്ടുള്ള ബൗദ്ധികവും ശാരീരികവും വാചികവും ആയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കർമ്മങ്ങളെയും അവയുടെ ഫലത്തിനെയും സമർപ്പിക്കുക എന്നതാണ് അർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമാദികളുടെ പാലനത്തിലൂടെ സ്വയം ശുദ്ധീകരിച്ചിട്ട് അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള ഭവത്പരാഹ അമീവയം, അങ്ങയുടെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന ഈ ഞങ്ങൾ പങ്കജാദ്യം അപി വാ സുഖാസനം ദൃഢാം കുർമഹേ, പത്മാസനം തുടങ്ങിയ ഏതെങ്കിലുമൊരു സുഖാസനത്തെ നല്ല പോലെ ശീലിച്ചു കൊള്ളാം. അതായത് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള തൻ്റെ പെരുമാറ്റങ്ങളിലുള്ള എല്ലാ തരത്തിലുമുള്ള വൈകല്യങ്ങളെയും നീക്കിക്കൊണ്ട് സ്ഥിരമായി
അതായത് ഇളകാതെയും സുഖമായും ഇരിക്കുവാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ആസനത്തെ ശീലിച്ചുകൊണ്ട് അതിൻ്റെ പരിശീലനത്തിലൂടെ തൻ്റെ തന്നെ ഉള്ളിലേക്ക് വീണ്ടും ശ്രദ്ധയെ കേന്ദ്രീകരിച്ചു കൊള്ളാം എന്നാണ് അർത്ഥം. ഈ ഒരു ശ്ലോകത്തിലൂടെ തന്നെ യമങ്ങളും നിയമങ്ങളും ആസനങ്ങളും പരിശീലിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റി ഒരു ഭക്തൻ്റെ പരിവേഷത്തിൽ മേൽപ്പത്തൂർ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. താരമന്തരനു ചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദതാഭഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാഃ. ഈ ഒരു ശ്ലോകത്തിലൂടെ അഷ്ടാംഗയോഗത്തിലെ അടുത്ത 2 അംശങ്ങളെയാണ് മേൽപ്പത്തൂര് വിവരിച്ചിട്ടുള്ളത്. അതായത് പ്രാണായാമം, പ്രത്യാഹാരം എന്നിവയാണ് അവ. താരം അന്തഃ സന്തതം അനുചിന്യ. താര അതായത് ഓംകാരത്തെ എപ്പോഴും അനുചിന്യ, എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, അതായത് ആ പരബ്രഹ്മത്തെ അതിൻ്റെ ശബ്ദരൂപത്തിലുള്ള ഓംകാരത്തിൻ്റെ പരിശീലനത്തിലൂടെ ധ്യാനിച്ചുകൊണ്ട് പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ, ജീവവായുവിനെ അതായത് പ്രാണനാകുന്ന ആ ഊർജത്തെ നിയന്ത്രിക്കുന്ന ശ്വാസ ഉച്ഛ്വാസങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങളിൽ നിന്നും വിട്ടകന്ന് പരിശുദ്ധരായിട്ട് അഥ ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളാകുന്ന അല്ലെങ്കിൽ അവയാൽ ആഹരിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ സ്വയം പിന്തിരിപ്പിച്ചിട്ട് പ്രത്യാഹാരം എന്നുള്ള ആ ഒരു അഷ്ടാംഗയോഗത്തിലെ അംശത്തിൻ്റെ പരിശീലനത്തിലൂടെ ഭവതുപാസനോന്മുഖാഃ ആസ്മഹേ, അങ്ങയുടെ ഭഗവാന്റെ ആരാധനയിൽ ഏകാഗ്രചിത്തരായി ഞങ്ങൾ വർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അസ്ഫുടേവ പുഷി തേ പ്രയത്നതോ ധാരയേമ ധിഷണാ മുഹുർമുഹുഃ തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ. ഈ ശ്ലോകത്തിൽ ധാരണ എന്ന അംശത്തെയാണ് വിവരിച്ചിട്ടുള്ളത്. അസ്ഫുടേ തേ വപുഷി പ്രയത്നതഃ ധിഷണാം. അസ്ഫുടമായിട്ടുള്ള, അതായത് തെളിഞ്ഞു കാണാത്ത, നിരാകാരമായിട്ടുള്ള അല്ലയോ പരബ്രഹ്മമേ, അത്തരത്തിൽ സ്ഫുടമായിട്ടുള്ളതല്ലാത്ത, അതായത് അവയവങ്ങളോട് കൂടിയതല്ലാത്തതായിട്ടുള്ള അങ്ങയുടെ ആ ദിവ്യമായ രൂപത്തിൽ പ്രയത്നതഃ വളരെ പണിപ്പെട്ടിട്ടാണ് എങ്കിലും ബുദ്ധിയെ മുഹുർ ധാരയേമ, വീണ്ടും വീണ്ടും ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം. അതായത് പ്രയത്നം കൊണ്ട് ഒന്നിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നുള്ള ധാരണ എന്ന ആ യോഗ അംശത്തെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭവദംഘ്രിചിന്തകാഃ തേന ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹം. ഭവദംഘ്രിചിന്തകാഃ, അങ്ങയുടെ പാദങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞങ്ങൾ അതിനാൽ തന്നെ ആ ഭക്തിരസത്തെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിൻ്റെ കുളിർമയെയും ആർദ്രതയെയും അനുഭവിക്കുമാറാകട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥന. വിസ്ഫുടാവയവ ഭേദസുന്ദരം ത്വദ്വപു സുചിര ശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാഃ. വിസ്ഫുടാവയവ ഭേദസുന്ദരം ത്വദ്വപുഃ, തെളിഞ്ഞ് പ്രകാശിക്കുന്ന ഓരോരോ അവയവങ്ങളായി കാണുവാനായി സാധിക്കുന്ന അങ്ങയുടെ ആ രൂപത്തെ, ആ ശരീരത്തെ ത്വദാശ്രയാഃ ധ്യാനയോഗ നിരതാഃ, അങ്ങനെ തന്നെ ആശ്രയിക്കുന്നവരായി ധ്യാനയോഗത്തിൽ ഉത്സുകരായിട്ട് ഞങ്ങൾ ഭവിച്ചു കൊള്ളാമെന്നാണ് പറയുന്നത്. അതായത് മുൻപത്തെ ശ്ലോകത്തിൽ പരബ്രഹ്മത്തിൻ്റെ രൂപം അസ്ഫുടമായിരുന്നു, നിരാകാരമായിരുന്നു, വ്യക്തമായത് അല്ലാത്തതായിരുന്നു. അതിനാൽ അവിടെ പ്രയത്നത്തെ ശീലിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പണിപ്പെട്ടുകൊണ്ട് മാത്രമേ മനസ്സിനെ ആ പരബ്രഹ്മത്തിലേക്ക് കേന്ദ്രീകരിക്കുവാനായി സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ആ പരബ്രഹ്മത്തിൻ്റെ രൂപം സ്ഫുടമായിട്ടുള്ള അവയവങ്ങളോട് കൂടിയതാണ്, വ്യക്തമായിട്ടുള്ള അവയവങ്ങളോട് കൂടിയതാണ് എന്നുള്ളതിനാൽ പ്രയത്നിക്കാതെ തന്നെ അങ്ങയിൽ കേന്ദ്രീകരിക്കാം എന്നും അത്തരത്തിലുള്ള മനസ്സിൻ്റെ കേന്ദ്രീകരണമായിട്ടുള്ള ധ്യാനം എന്നുള്ള അഷ്ടാംഗയോഗയിലെ ഒരു അംശത്തെയുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സുചിര ശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ. സുചിര ശീലനാവശാത്, അനേക കാലത്തെ ധാരണയുടെ അഭ്യാസം കൊണ്ട് അനായാസമായിട്ട്
അങ്ങയെ എൻ്റെ മനസ്സിൽ സ്മരിക്കുമാറാകണേ എന്നതാണ് ഇവിടെ പ്രാർത്ഥന. ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷന്മധുരതാ ഹൃതാത്മനാം സാന്ദ്രമോദരസ രൂപമാന്തരം ബ്രഹ്മരൂപമായി തേ അവഭാസത്തെ. ഈ ശ്ലോകത്തിലും ധ്യാനത്തിലൂടെ ലഭ്യമാകുന്ന പരബ്രഹ്മത്തിൻ്റെ അനുഭവത്തെയാണ് വിവരിച്ചിട്ടുള്ളത്. ഐ തേ ഈദൃശീം സഗണമൂർത്തിം ധ്യായതാം. അല്ലയോ പ്രഭോ, അങ്ങയുടെ ഈ വിധത്തിലുള്ള സഗണമൂർത്തിയും, അതായത് അവയവങ്ങളോട് കൂടിയിട്ടുള്ള സഗുണരൂപത്തെ ധ്യാനിക്കുന്നവരും ഉന്മിഷൻ മധുരതാഹൃതാത്മനാം, അങ്ങയോടുള്ള ഭക്തിയാൽ ഉന്മിഷൻ, അതായത് ഉണർന്നു തുടങ്ങിയ മധുരമായിട്ടുള്ള ആ പരമാനന്ദത്തിൽ മുങ്ങിപ്പോയതായിട്ടുള്ള മനസ്സോടു കൂടിയവരുമായ ഞങ്ങൾ ഈ യോഗികൾക്ക് സാന്ദ്രരൂപരസം രൂപം ആന്തരം ബ്രഹ്മരൂപം അവഭാസത്തെ, പരിപൂർണമായിട്ടുള്ള ആ ആനന്ദരസത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയതും അന്തരിന്ദ്രിയങ്ങളാൽ, അതായത് ബാഹ്യമായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളാൽ അല്ലാതെ ആന്തരികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ മാത്രം ഗ്രഹിക്കാവുന്നതുമായിട്ടുള്ള അങ്ങയുടെ നിർഗുണ പരബ്രഹ്മ രൂപത്തെ ഉള്ളിൽ പ്രകാശിച്ച് തുടങ്ങട്ടെ. അങ്ങയുടെ ആ രൂപം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങട്ടെ എന്നാണ് ഇവിടെ നിർപ്പത്തൂരിൻ്റെ പ്രാർത്ഥന. തത്സമാസ്വദന രൂപിണീം സ്ഥിതി തത്സ്വമാധി മൈ വിശ്വനായക ആശ്രിതാ പുനരത പരിച്യുതൗ ആരഭേമഹി ച ധാരണാദികം. മുൻപ് പറഞ്ഞ ശ്ലോകത്തിൽ ധാരണ, ധ്യാനം എന്നിവയിലൂടെ സ്പഷ്ടമായിട്ടുള്ള മനസ്സിനാൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള ആ പരബ്രഹ്മം തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങട്ടെ, തനിക്ക് ആ പരബ്രഹ്മത്തിൽ ഒരു ലയനമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ പറയുകയാണ്, ഐ വിശ്വനായക, അല്ലയോ ലോകനാഥ, തത്സമാസ്വദനരൂപിണീം സ്ഥിതിയും, ഞങ്ങൾ അനുഭവിക്കുന്ന ആ നിർഗുണ പരബ്രഹ്മസ്ഥിതിയാകുന്ന അങ്ങയെ, ത്വത്സമാധിം ആശ്രിതാഹ, നിർവികൽപ്പത്തെ ആശ്രയിച്ചുകൊണ്ട് നേടിയെടുത്ത ആ സമാധിയിൽ നിന്നും, അതായത് ഏതെങ്കിലും ഒരു വ്യക്തമായ രൂപത്തിലല്ലാതെ ആ പരബ്രഹ്മത്തിൽ സ്വയം ലയിച്ചിട്ടുള്ള സമാധി എന്ന അവസ്ഥയിൽ നിന്നും പുനഃ അതഃ പരിച്യുതഃ ധാരണാദികം ആരഭേമഹി ച, എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം വന്ന് അതിൽ നിന്നും പുറത്തു വരികയാണ് എങ്കിൽ ധാരണ തുടങ്ങിയവ വീണ്ടും ആരംഭിക്കുമാറാകണേ, ഞങ്ങൾക്ക് അതിന് സാധിക്കണേ എന്നാണ് ഇവിടെ അർത്ഥം. ഇദ്ധമഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മ സുഖകൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സഞ്ചരേമ ശുക നാരദാദിവത്. ഇദം അഭ്യസന നിർഭരോല്ലസ ത്വത്പരാത്മസുഖ കൽപ്പിതോത്സവാഃ. നിരന്തരമായിട്ടുള്ള ഈ അഷ്ടാംഗയോഗയുടെ അഭ്യാസം കൊണ്ട് സ്പഷ്ടമായിത്തീരുന്ന നിന്തിരുവടിയാകുന്ന പരമാത്മാവിൻ്റെ അനുഭവ രൂപത്തിലുള്ള ആ ആനന്ദത്തോട് കൂടിയവരായിട്ട് മുക്ത ഭക്തകുല മൗലിതാം, മുക്തഭക്തന്മാരായിട്ടുള്ള ജീവൻ മുക്തൻ ആയിട്ടുള്ള ഭക്തന്മാരുടെ എല്ലാം ശിരസിലെ അലങ്കാരമായി ഭവിച്ചിട്ട്, അതായത് ഇത്തരത്തിൽ അഷ്ടാംഗയോഗയുടെ പരിശീലനത്തിലൂടെ ജീവൻ മുക്തരായി ഭവിച്ചിട്ടുള്ള ആ ഭക്തന്മാരുടെ എല്ലാം ഇടയിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാരായി ഭവിച്ചിട്ട് ശുക നാരദാദിവത് സഞ്ചരേമ, ശുകൻ നാരദൻ തുടങ്ങിയവരെ പോലെ അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് ഈ പ്രപഞ്ചമാകെ സഞ്ചരിക്കുവാനായി സാധിക്കണമെന്നാണ് പറയുന്നത്. ത്വത്സമാധിവിജയേതു യഃ പുനർ മങ്ഷു മോക്ഷരസികഃ ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈഃ ഉന്നയത്യജ സുഷുമ്നയാശനൈഃ. ഇവിടെ അഷ്ടാംഗയോഗയിലൂടെ സമാധിയിലൂടെ ആ പരബ്രഹ്മത്തിൻ്റെ അനുഭവത്തെ സാക്ഷാത്കരിച്ചവരായിട്ടുള്ള ഭക്തന്മാരുടെ പിന്നീടുള്ള ഗതിയെയാണ് വിവരിച്ചിട്ടുള്ളത്. അല്ലയോ അജ, അല്ലയോ ജനന മരണങ്ങളില്ലാത്തതായിട്ടുള്ള അനന്തമായിട്ടുള്ള അല്ലയോ പരബ്രഹ്മമേ, ത്വത്സമാധി വിജയേതു, അങ്ങയെ വിഷയീകരിച്ചിട്ടുള്ള ആ നിർവികൽപ്പ സമാധിയിൽ ജയം സിദ്ധിച്ചതിനും ശേഷം, അതായത് ആ പരബ്രഹ്മത്തെ സ്വയം തൻ്റെ ഉള്ളിലും അനുഭവിച്ച് അറിഞ്ഞ ശേഷം
തൻ്റെ ഉള്ളിലെ ഈശ്വരീയതയെയും അറിഞ്ഞ ശേഷം പുനഃ യഹ മോക്ഷം മോക്ഷരസിക ക്രമേണവ ഉടൻ തന്നെയോ അല്ലെങ്കിൽ കാലക്രമത്തിലോ മോക്ഷത്തിൽ ആഗ്രഹമുള്ളവരായി ഇവർ ഭവിക്കുന്നു. അങ്ങനെ വരുന്ന അവർ പിന്നീട് യോഗവശ്യം അനിലം സുഷുമ്നയാ ഷഡാശ്രയൈഹി ശനൈഹി ഉന്നയതി. അതായത് ഈ യോഗയാൽ അവരാൽ നിയന്ത്രിക്കപ്പെട്ട പ്രാണവായുവിനെ സുഷുമ്ന നാഡിയിൽ കൂടി ഷഡാശ്രയൈഹി ശനൈഹി 6 ചക്രങ്ങൾ വഴിയായി സാവധാനം മേൽപോട്ട് നയിക്കുന്നു. അതായത് ശ്വാസ ഉച്ഛ്വാസങ്ങളുടെ നിയന്ത്രണത്തിലൂടെ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള പ്രാണനാകുന്ന ആ ഊർജത്തെ സുഷുമ്ന നാഡിയിൽ കൂടി മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെയുള്ള ചക്രങ്ങളിലൂടെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, സമാധി അല്ല യഥാർത്ഥത്തിലുള്ള മോക്ഷം എന്ന് പറയപ്പെടുന്നത്. പകരം അത് പരബ്രഹ്മമാകുന്ന ആ ചൈതന്യത്തിൻ്റെ അനുഭവ സാക്ഷാത്കാരമാണ്. അതിനെ തിരിച്ചറിഞ്ഞ ശേഷമാണ് ജനനവും മരണം എന്നിവ ഇല്ലാത്തതായിട്ടുള്ള പരമമായ ഗതിയിലേക്കുള്ള ആത്മാവിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ലിംഗദേഹമപി സന്ത്യജന്നധോ ലീയത്തെ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോകകുതുകീതു ഊർധ്വതഃ സാർത്ഥമേവ കരണൈർനിരീയത്തെ. അധോ നിരാഗ്രഹഃ ലിംഗദേഹമപി സന്ത്യജൻ. അതിനുശേഷം, അതായത് ആ പ്രാണ ഊർജത്തെ സുഷുമ്ന നാഡിയിലൂടെ മുകളിലേക്ക് എത്തിച്ചതിനു ശേഷം യാതൊരു തരത്തിലുമുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെയായിത്തീരുന്ന ആ യോഗി ലിംഗദേഹത്തെ കൂടി ഉപേക്ഷിക്കുന്നു. അതായത് ഭൗതികമായ ശരീരത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് പരേ ത്വയി ലീയതേ, പരമാത്മാ സ്വരൂപിയായിട്ടുള്ള അങ്ങയിൽ ലയിക്കുന്നു എന്നുള്ള സായുജ്യമുക്തിയെയാണിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഊർധ്വലോക കുതുകീതു എന്നാൽ ബ്രഹ്മാദി ലോകങ്ങളെ ആഗ്രഹിക്കുന്നവനാകുന്ന സാലോക്യമുക്തിയെ ആഗ്രഹിക്കുന്ന ഭക്തൻ മൂർധതഃ കരണൈഹി സാർദ്ധമേവ നിരീയത്തെ. മൂർധാവിൽ കൂടി 5 പ്രാണങ്ങളെയും മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയ ദശകൾ എന്നിവയാകുന്ന സൂക്ഷ്മ ശരീരത്തോടു കൂടിയും പുറത്തേക്ക് വരുന്നു. അഗ്നിവാസരവളർക്ഷപക്ഷകൈഃ ഉത്തരായണജുഷാച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയത്തെ. അഗ്നിവാസരവളക്ഷപക്ഷകൈഃ ഉത്തരായണജുഷാച ദൈവതൈഃ. അഗ്നി, വാസരം അഥവാ പകൽ, വെളുത്തപക്ഷം, അതേപോലെ ഉത്തരായണം എന്നിവയുടെ അടിസ്ഥാന ദേവതകളായി സ്ഥിതി ചെയ്യുന്ന ദേവതകളാലും രവിപദം പ്രാപിത ഭവത്പരാ മോദവാൻ ധ്രുവപദാന്തം ഈര്യത്തെ. സൂര്യലോകത്തെ പ്രാപിക്കപ്പെട്ട അങ്ങയുടെ ആ ഭക്തൻ സന്തുഷ്ടനായിക്കൊണ്ടുതന്നെ ധ്രുവലോകത്തെ പ്രാപിക്കുന്നു. ആസ്ഥിതോധ മഹരാലയേ യഥാ ശേഷവക്ത്ര ദഹനോഷ്മണാർഘ്യത്തെ ഈയത്തെ ഭവതുപാശ്രയസ്തദാ വേധസഃ പദമതഃ പുരൈവ വാ. അഥ മഹരാലയേ ആസ്ഥിതഃ ഭവതുപാശ്രയഃ. അതിനുശേഷം മഹർലോകത്തിൽ, 14 ലോകങ്ങളിലൊന്നായിട്ടുള്ള മഹർലോകത്തിൽ എത്തിച്ചേരുന്ന അങ്ങയുടെ ആ ഭക്തൻ യഥാ ശേഷവക്ത്രദഹനോഷ്ണാ ആദ്യത്തെ, എപ്പോഴാണോ അവന് ശേഷന്റെ വായിൽ നിന്നും വരുന്ന ആ അഗ്നിയുടെ ചൂട് സഹിക്കവയ്യാതെ ആവുന്നത്, അപ്പോൾ അതഃ പുരാ ഏവ വാ വേധസഃ പരം ഈര്യത്തെ, അതിന് മുൻപേ തന്നെ ആയി അവൻ ബ്രഹ്മാവിൻ്റെ പദത്തെ, സാരൂപ്യമുക്തിയെ പ്രാപിക്കുന്നു. തത്ര വാ തവ പദേധവാവസൻ പ്രാകൃതപ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. തത്ര വാ അഥവാ തവ പദേ വസൻ, അവിടെ ബ്രഹ്മലോകത്ത് തന്നെയും അല്ലെങ്കിൽ അങ്ങയുടെ ലോകത്തിലോ വൈകുണ്ഠത്തിലോ വസിച്ചുകൊണ്ട് ആ ഭക്തൻ പ്രാകൃതപ്രളയേ മുക്തതാം ഏതി, അതായത് മഹാപ്രളയകാലത്ത് മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇനി അതുമല്ല എങ്കിൽ ഓജസാ സ്വേച്ഛയാ ഖലു, യോഗയാലുള്ള ആ ഓജസ്സിനാലും സ്വന്തം ഇച്ഛയാലും തന്നെയും ജഗദണ്ഡം സംവിവിദ്യ പുരാ അപി മുച്യത്തെ, ബ്രഹ്മാണ്ഡത്തെ പിളർന്നുകൊണ്ട് അതിനു മുൻപ് തന്നെയും മുക്തിയെ സ്വീകരിക്കുന്നു എന്ന അർത്ഥം.
തസ്യ ച ക്ഷിതിപയോ മഹോനില ദ്യോമവദ് പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദമനാവൃതം വിഭോ. അല്ലയോ വിഭോ, തസ്യ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ക്ഷിതിപയോ മഹോനില ദ്യോമവത് പ്രകൃതി സപ്തകാവൃതിയേച്ച, അതായത് ക്ഷിതി ഭൂമി, ജലം, തേജസ്, വായു, ആകാശം തുടങ്ങിയ ആ അഞ്ച് തത്വങ്ങളെയും അതേപോലെ മഹത്തത്വം, പ്രകൃതി എന്നിവയെയും ആകുന്ന 7 തരത്തിലുള്ള ആ ആവരണങ്ങളെയും സഹ തത്തദാത്മകതയാ വിശൻ, ആ ഭക്തൻ അതാതിൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സൂക്ഷ്മ ശരീരത്തോടുകൂടി ഇവയിൽ പ്രവേശിച്ചിട്ട് സുഖീ അനാവൃതം തേ പദം യാതി, അവിടിവിടെയായിട്ടുള്ള ആ സുഖങ്ങളെയെല്ലാം അനുഭവിച്ചുകൊണ്ട് ആവരണങ്ങൾ ഒന്നുമില്ലാത്തതായിട്ടുള്ള അങ്ങയുടെ ആ പരമപദത്തെ പ്രാപിക്കുന്നു എന്ന് അർത്ഥം. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്ചിതിം ന ഭജതേ ജഗത്പതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. അല്ലയോ ജഗത്പതേ, ഈദൃശീം അർച്ചിരാദിഗതിയും, ഈ വിധത്തിലുള്ള അഗ്നി തുടങ്ങിയ ദേവതകളുടെ മാർഗത്തിലൂടെയുള്ള ആ ഒരു ഗതിയെ വ്രജൻ പുനഃ വിച്ഛിതിം ന ഭജതേ, അത്തരത്തിലുള്ള ആ ഗതിയെ പ്രാപിക്കുന്ന ജീവൻ പിന്നീട് വിച്യുതിയെ അഥവാ അധപതനത്തെ, അതായത് വീണ്ടും ജനിക്കുക മരിക്കുക എന്നുള്ള ആ കാലചക്രത്തിൽ വന്ന് പെടുന്നില്ല. സച്ചിദാത്മക അനിലേശ ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം മാം പാഹി. സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള അലയോ അനിലേശ ഗുരുവായൂർ